കേളകം പഞ്ചായത്തിന്റെ വനാതിർത്തികളിൽ സ്ഥാപിച്ച ആനമതിലിന്റെ പല ഭാഗങ്ങളും തകർന്ന നിലയിൽ. കാട്ടാനശല്യം രൂക്ഷമായ തുള്ളൽ മേഖലയിലാണ് ആനമതിലിന്റെ ഭാഗങ്ങൾ തകർന്നത്. അറ്റകുറ്റപ്പണികൾ നടത്താത്തത് ജനങ്ങളിൽ ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. കേളകം പഞ്ചായത്തിന്റെ വനാതിർത്തികളിൽ സ്ഥാപിച്ച ആനമതിലിന്റെ പല ഭാഗങ്ങളും തകർന്നു കിടക്കുകയാണ്. ചിലയിടത്ത് ആനമതിലിന്റെ കല്ല് ഇളകിയിട്ടുമുണ്ട്. വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ആനമതിൽ പൂർണ്ണമായും തകർന്ന ഭാഗത്ത് വനംവകുപ്പ് ഫെൻസിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത് ഏതു നിമിഷവും തകർത്ത് കാട്ടാന ജനവാസ മേഖലകളിലേക്ക് എത്താമെന്നാണ് നാട്ടുകാർ പറയുന്നത്. 2017 ഈ ആനമതിൽ നിർമ്മിച്ചതിന് ശേഷം ഇതിന്റെ മെയിൻ്റനൻസ് ചുമതല ഏൽപ്പിച്ചിരുന്നത് വനംവകുപ്പിനെയാണ്. അതിനാലാണ് ഇതിൻ്റെ പില്ലറുകളിൽ വനംവകുപ്പ് തങ്ങളുടെ ചിഹ്നങ്ങൾ മാർക്ക് ചെയ്ത് നമ്പറുകൾ അടയാളപ്പെടുത്തി പോയിട്ടുണ്ട്. അത് ഇതിൻ്റെ മെയിൻ്റനൻസ് ചുമതല അവരെ ഏൽപ്പിച്ചു എന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അതിനുശേഷം ഇതിൻ്റെ മെയിൻ്റനൻസ് വനംവകുപ്പ് ഫലപ്രദമായിട്ട് നിർവഹിച്ചിട്ടില്ല. പിന്നീടുണ്ടായ വെള്ളപ്പൊക്കങ്ങളിൽ മതിലിൽ കാര്യമായ ഡാമേജുകൾ സംഭവിക്കുകയും ഈ തോടുകൾ വന്ന് ചേരുന്ന ഭാഗങ്ങളിൽ വെള്ളത്തിൻ്റെ മർദ്ദ നിമിത്തം മതിൽ നിലം പതിക്കുകയുണ്ടായി. കരിയങ്കാപ്പ്, മുട്ടുമാറ്റി ഭാഗങ്ങളിലേക്ക് മുകളിലേക്ക് അങ്ങനെ മതിൽ പലയിടങ്ങളിലും തകർന്നു കിടക്കുകയാണ്. ജനങ്ങളെ സംരക്ഷിക്കാൻ ഉതകുന്നില്ലെങ്കിൽ പിന്നെ ഈ മതിൽ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? വനംവകുപ്പ് ഇതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അവരുടെ മെയിൻ്റനൻസ് നിർവഹിക്കാത്തത് കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ മതിൽ നാട്ടുകാർക്ക് ഉപകരിക്കാതെ പോകുന്നത്. ആനമതിലിന്റെ നിർമ്മാണം നടത്തേണ്ടത് വനം വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. തകർന്ന ആനമതിലിന്റെ ഭാഗങ്ങൾ എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.